മാമ അതാ നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ആ അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. വാ നോക്കാം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വാ നമുക്കൊന്ന് വിളിച്ചോ. ഇത്ര മതിയോ? ഓ കൈ കുറച്ചുകൂടെ അങ്ങ് വെട്ട്. ഇപ്പൊ ശരിയായോ? പുറത്തൊരു ഏട്ടാ എന്റെ ടോപ്പ് എല്ലാം പന്നലായി. ഓണം വരുന്ന 2 കല്യാണം വരുന്ന എങ്ങനെയാ പുതിയ ടോപ്പ് എടുക്കാൻ? അതിനെന്താ ഞാനും വരാം. അയ്യോ വേണ്ട, അപ്പൊ എനിക്കുള്ളതോ? അതെല്ലാം ഞങ്ങൾ എടുത്തോളാം. എന്നാ മതി, ഞങ്ങള് പോയിക്കോളാം. പിന്നെ സെലക്ട് ചെയ്തൊക്കെ എടുക്കുമ്പോ താമസം വരും. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. വേണ്ടമ്മ ഇതെങ്ങനെ ഉണ്ട്? എനിക്കുള്ള എന്തിയേ? അതെല്ലാം തരാം, അവിടെ നിക്കി. എന്നാ ഇതായിരുന്നു. ആ അതാണോ? മാമനത് സൂപ്പർ ആയിരിക്കും. ഒന്ന് ഇട്ടോണ്ട് വന്നേ കാണട്ടെ. ആഹാ അടിപൊളി. അമ്മ ഇത് സൂപ്പർ അല്ലേ? ആ ഉള്ള അവര് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ 2 മാർക്ക് കുറവ്, 30-ൽ 28. മാത്സിന് 30-ൽ 29. അതിന്റെ 1 മാർക്ക് കുറവ്. എന്ത് കാര്യം ഇത്? ഇങ്ങനൊക്കെ മേടിച്ചാ മതിയോ? ഇതങ്ങനെ ശരിയാവുന്നത്? ഫുൾ മാർക്ക് മേടിക്കണ്ട എല്ലാത്തിനും. ഇത് കേട്ടാതൊന്നും പറയുന്ന ആള് എല്ലാത്തിനും ഫുൾ മാർക്ക് മേടിച്ചോണ്ടാവാ. എന്താ അല്ലേ? ആണ്. SLC ബുക്ക് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു. അതൊക്കെ എന്തിനാ നോക്കാൻ പോയത്? എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നോക്കാൻ പോകുന്നത്? ആവശ്യമില്ലാത്തതോ? ഇംഗ്ലീഷിന് 5, കണക്കിന് 12, മലയാളത്തിന് സാധാരണ എല്ലാവർക്കും നല്ല മാർക്ക് കാണുന്നത് 7. ഇതെങ്ങനെ ജയിച്ച്? അല്ല അബദ്ധം പറ്റി ജയിപ്പിച്ചയാണോ? വെച്ച് നോക്കുമ്പോ 1-2 മാർക്ക് കുറയുന്നത് ഒരു പ്രശ്നമാണോ? അവളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം അവള് പഠിക്കുന്നുണ്ട്, അത് പോരെ? മതി, അത് മതി. ഇനി വല്ല പരാതി ഉണ്ടോ? ഒരു പരാതി. ഏട്ടാ അറിഞ്ഞോ? 18കാരി അപ്പുറത്തെ കുളത്തിൽ ചത്ത് കിടക്കുന്നു. എന്നിട്ട് ആരാന്ന് അറിഞ്ഞോ? ഏട്ടാ കാരിന്ന് പേരുള്ള വീടാ കുളത്തിൽ ചത്ത് കിടക്കുന്നത്. 18.